നീലിമയിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന സച്ചി നീലിമയിൽ നിന്നും 50 ലക്ഷം തിരികെ വാങ്ങിയതിനെപ്പറ്റി ശ്രുതിയോടും ചോദിക്കുമ്പോൾ നീലിമയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിയിട്ടില്ലെന്നും ഇവൻ കള്ളം പറയുകയാണെന്നും ഇരുവരും പറയുന്നു. തുടർന്ന് പണം വാങ്ങിയതിന് സാക്ഷിയുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുന്നതോടെ സച്ചി നീലിമേനെ വിളിക്കുന്നു. അതോടെ ഇരുവരും ഞെട്ടിപ്പോകുന്നു. ശേഷം നീലിമ സ്വയം പരിചയപ്പെടുത്തുകയും നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ശ്രുതി അത്ര പാവമൊന്നുമല്ലെന്നും പറയുന്നു. തുടർന്ന് ചന്ദ്രമതി നീലിമയോട് ദേഷ്യപ്പെടുകയും ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നും പറയുന്നു. ശേഷം തട്ടിയെടുത്ത 50 ലക്ഷവും അതിന്റെ പലിശയും തിരികെ കൊടുത്ത വിവരം നീലിമ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് നീലിമ പണം തിരികെ തന്നിട്ടില്ലെന്നും സച്ചി നീലിമയും ചേർന്നുള്ള നാടകമാണിതെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു. ശേഷം പണം തിരികെ കൊടുത്തതിന് തെളിവായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്ത പേപ്പറും നീലിമയുടെ അക്കൗണ്ടിൽ നിന്ന് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റും നീലിമ കാണിക്കുന്നതോടെ സച്ചി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. ശേഷം ഷോറൂം തുടങ്ങിയത് നമ്മുടെ അച്ഛൻ്റെ പണം കൊണ്ടാണെന്നും പാലറേറ്റയുടെ അച്ഛൻ തന്ന പണമാണെന്ന് കള്ളം പറഞ്ഞതാണെന്നും സച്ചി പറയുന്നതോടെ ചന്ദ്രമതിയുടെ ദേഷ്യം ഇരട്ടിയാവുന്നു. തുടർന്ന് ചെയ്തു പോയ തെറ്റുകൾക്ക് നീലിമ മാപ്പ് പറയുകയും ശ്രുതി വെറും മണ്ടനാണെന്നും എന്നാൽ സച്ചി വളരെ നല്ലവനും പഠിപ്പില്ലെങ്കിലും വിവരമുണ്ടെന്നും സച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞ് നീലിമ അവിടെ നിന്നും പോകുന്നു. ശേഷം ശ്രീകാന്തും വർഷയും രവീന്ദ്രനുമെല്ലാം ശ്രുതിയോടും ദേഷ്യപ്പെടുന്നു. ശേഷം ചന്ദ്രമതി ശ്രുതിയോട് പൊട്ടിത്തെറിക്കുന്നതോടെ എല്ലാം ശ്രുതിയുടെ ഐഡിയ ആയിരുന്നുവെന്ന് ശ്രുതി പറയുന്നു. തുടർന്ന് ചന്ദ്രമതി ശ്രുതിനെ തല്ലുകയും സത്യങ്ങളൊന്നും പറയാതിരുന്നതിന് ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ശേഷം ഇതെല്ലാം ഞാൻ ശ്രുതിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും ഷോറൂം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ മടി പിടിച്ച് ഏതെങ്കിലും പാർക്കിൽ പോയി കിടക്കുമായിരുന്നുവെന്നും ശ്രുതിനെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്നും ശ്രുതി പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രമതി ശ്രുതിയോട് വീണ്ടും ദേഷ്യപ്പെടുന്നതോടെ ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ശ്രുതിക്ക് വേണ്ടി ചെയ്തതെന്ന് ശ്രുതി ചോദിക്കുന്നു. ഇത് കേട്ട് വീണ്ടും ശ്രുതിനെ തല്ലുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.